പ്രശസ്ത സംഗീതജ്ഞൻ കെ.ജി. ജയൻ അന്തരിച്ചു. തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു ആദ്യം സംഭവിച്ചത്. കൊച്ചിയിൽ നിന്ന് ഗായത്രി, ന്യൂസ് ഡെസ്കിൽ നിന്ന് അഭിലാഷ് എന്നിവർ ആദ്യം ചേരുന്നുണ്ട്. ഗായത്രിയിലേക്കാണ് ആദ്യം പോകുന്നത്. ഗായത്രി, വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതെങ്കിൽ കൂടിയും ദീർഘകാലമായി വിശ്രമ ജീവിതത്തിലായിരുന്നു, അസുഖ ബാധിതനൊക്കെ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 90 വയസ്സുണ്ടായിരുന്നു ഈ അതുല്യ സംഗീതജ്ഞന്. എങ്ങനെയായിരുന്നു അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാൻ? ഇപ്പോൾ ഗായത്രി എവിടെയാണുള്ളത്? കവ്യ ദീർഘനാളായി ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. സംസ്കാരം പിന്നീട് കൊച്ചിയിൽ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ സമയം, അതിൽ സംസ്കാര കാര്യത്തിലൊരു കൃത്യമായ സമയത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദീർഘനാളായി ചികിത്സയിലിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു ഡിസംബറിൽ ആണ് അദ്ദേഹത്തിന്റെ നവതി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. എന്തായാലും ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളത്തിന്റെ സംഗീത ചരിത്രത്തിൽ ജയവിജയന്മാർ എന്നറിയപ്പെട്ട 2 സംഗീത ദ്വയങ്ങളിൽ ഏറ്റവും ജീവിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംഗീതം കേരളത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ മാറിയ 2 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗാനശാഖയിലാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു ജയൻ. അദ്ദേഹത്തിന്റെ അന്ത്യം എന്തായാലും സംഭവിച്ചിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലെ വസതിയിൽ ആയിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. പക്ഷേ അസുഖം, ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വൈകിട്ട് ഇന്നലെ രാത്രിയോടുകൂടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. ശരി ഗായത്രി, തുടരുക. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് അഭിലാഷ് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിലെ അതുല്യ നിമിഷങ്ങൾ ഓർത്തെടുക്കുന്നതിനായി. അഭിലാഷ്, സംഗീത രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ സമസ്ത മേഖലകളും പരിശോധിക്കേണ്ടി വരും. കർണാടക സംഗീത രംഗത്ത്, സിനിമാ സംഗീത രംഗത്ത് ഡിവോഷണൽ ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ ഏറ്റവും അധികം ചെയ്തിട്ടുള്ള സംഗീത സംവിധായകനാണ് കെ.ജി. ജയൻ. ഒരു ഗായകൻ എന്ന നിലയ്ക്കും അത്രമേൽ അറിയപ്പെട്ടിരുന്നു. ജയവിജയ, നേരത്തെ ഗായത്രി സൂചിപ്പിച്ചതുപോലെ ആ ഒരു സംഗീത കൂട്ടുകെട്ട്, സഹോദരന്മാർ പിന്നീട് ആ ഒരു കൂട്ടുകെട്ടിലൂടെ തന്നെ അറിയപ്പെട്ടിരുന്ന നിറനിമിഷങ്ങളും മലയാള ചലച്ചിത്ര ലോകത്തെ സംബന്ധിച്ചിടത്തോളം, സംഗീത ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ഈ വിയോഗവേളയിൽ എങ്ങനെ അദ്ദേഹത്തെ ഓർത്തെടുക്കാം? കാവ്യ, ഒരുപക്ഷെ മലയാളത്തിൽ ചലച്ചിത്ര ഗാനശാഖ അധികം ഉപയോഗിക്കാതെ പോയ ഒരു സംഗീത സംവിധായകനാണ് കെ.ജി. ജയൻ എന്ന് പറയാം. പക്ഷേ ആ സംഗീതത്തിൽ, ഒരു സിനിമാ സംഗീതത്തിന് നഷ്ടമായത് എന്താണോ അത് ശാസ്ത്രീയ സംഗീതത്തിനും അതുപോലെ ഭക്തിഗാന മേഖലയ്ക്കും അത് ഗുണം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എടുത്താൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനം ജയവിജയ എന്ന പേരിലൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ടായിരുന്ന കാലത്ത് ആ ഒരു കൂട്ടുകെട്ടിലൂടെയാണ് അവർ സംഗീത രംഗത്തേക്ക് തുടക്കം കുറിക്കുന്നത്. 6ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം സംഗീതം പഠിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാലത്തെ സംഗീതത്തിലുള്ള തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാണവും അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയും എല്ലാം തന്നെ. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെ സംഗീതമായിരുന്നു എന്ന് നമുക്ക് പറയാം. ശാസ്ത്രീയ സംഗീതമായിരുന്നു പ്രധാനമായും. അദ്ദേഹം ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത മേഖല അല്ലെങ്കിൽ സംഗീത ഭൂമിക കടന്നുപോയത്. ആ ഒരു രീതിയിലൂടെയായിരുന്നു. പിന്നീട് അദ്ദേഹം ഭക്തിഗാന മേഖലയിലേക്ക് വരികയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരനായ വിജയൻ്റെ മരണശേഷമായിരുന്നു. 1988 ഒരു സംഗീത കച്ചേരിക്ക് പോകുന്നതിടെയായിരുന്നു, ഒരു ട്രെയിൻ യാത്രക്കിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണം. അത് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ അതിജീവിച്ച് വന്നത് ഈ സംഗീതത്തിലുള്ള ഒരു നിതാന്തമായ ഒരു സംഗീത യാത്രയിലൂടെയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഈ സംഗീത ആൽബങ്ങൾ, ഇന്ന് നമ്മൾ ഏറെ കേൾക്കുന്ന മിക്കവാറുമുള്ള ഭക്തിഗാനങ്ങൾ. ഇപ്പോൾ ശ്രീകോവിൽ നട തുറന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്. അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത് അദ്ദേഹം തന്നെ പാടിയ ആ ഗാനം ഇന്നും ശബരിമല നട തുറക്കുമ്പോൾ കേൾപ്പിക്കുന്ന ഒരു ഗാനമാണ്.